ദേ നോക്കുമോളെ, വല്ലിച്ചനെ കണ്ടോ? ഹായ് പറഞ്ഞേ. ഹായ് വല്ലിച്ച. ഹായ്. വല്യമ്മ നന്നായി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പതാ കുളിപ്പിച്ച് പുത്തനുടുപ്പിട്ടതേ ഉള്ളൂ. കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടു. ഇനി നമുക്ക് ഉറങ്ങാം അല്ലേ മോളെ? നമ്മൾ ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും വല്യച്ഛൻ ഓഫീസിൽ നിന്ന് വരണം. അത് പറയാനും കൂടിയാ വിളിച്ചത്. ഞാൻ വന്നതിന് ശേഷം പിന്നെ വല്യമ്മയ്ക്ക് റെസ്റ്റ്. ആഹാ, ഞാൻ ആർക്കും തരില്ല എന്റെ പൊന്നിനെ. ഞാൻ തന്നെ നോക്കിക്കോളാം. ആതിരയുടെ കയ്യില് ഇടയ്ക്കെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കണേ. അവളുടെ അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം തന്റെ അടുത്താണല്ലോ കുഞ്ഞ്. പ്രസവത്തോടു കൂടി ആതിരയുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ കഴിഞ്ഞു. ഇനി എന്റെയാ. ഞാൻ പൊന്നുപോലെ നോക്കി വളർത്തിക്കോളാം അല്ലേ മോളെ? കുറച്ചുകൂടി കഴിയുമ്പോ സച്ചേട്ട് നോക്കിക്കോ. എന്നെ വിട്ട് ഇവിടെ എവിടെയും പോവില്ല. സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോലും. കുഞ്ഞിന് ഒന്നും മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ലെങ്കിലും ഇപ്പൊ ബുദ്ധിയിൽ ഉറക്കുന്നതൊക്കെ പിന്നീട് മൈൻഡിൽ സെറ്റായിട്ട് മാറും. കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ അമ്മയിൽ നിന്നും മോൾ അകലാൻ തുടങ്ങും. അവസാനം ആതിരയ്ക്ക് തന്നെ തോന്നും ഇത് അവളുടെ കുഞ്ഞാണോ നമ്മുടെ കുഞ്ഞാണോ എന്ന്. എന്നാ വയ്ക്കട്ടെ സച്ചേട്ടാ, മോക്ക് ഉറക്കം വരുന്നുണ്ട്. മരുന്ന് കൊടുത്തിട്ട് വേണം കിടത്താൻ. ദേ വല്യച്ഛന് ടാറ്റ കൊടുത്തേ. ടാറ്റാ ടാറ്റ ടാറ്റാ. ആ, നമുക്ക് മരുന്ന് കുടിക്കാം. അവയ്ക്ക് ഉറങ്ങണ്ടേ, അവയ്ക്ക് ഉറങ്ങണ്ടേ. അർച്ചനയുടെ ഈ സന്തോഷം കാണുമ്പോൾ പേടി തോന്നുന്നു. എനിക്കും അർച്ചനയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള അവളുടെ സങ്കല്പമാണ് ഈ മോളിൽ അർച്ചന നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരമ്മയാകുക എന്ന അവളുടെ മനസ്സിൻ്റെ ആഗ്രഹം അത്രമേൽ അടങ്ങാത്തതാണ്. അനിയത്തിക്ക് കുഞ്ഞായി കഴിഞ്ഞു. തനിക്കില്ലാത്ത ആ ഭാഗ്യത്തെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും അർച്ചന ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. ഇനിയുള്ള സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അർച്ചന അമ്മയാകില്ലെന്നുള്ള സത്യം ചിലപ്പോൾ ഞാൻ തന്നെ അവളോട് പറഞ്ഞു പോയിന്ന് വരും. അതുകൊണ്ട് സന്ധ്യ ഡോക്ടറിനെ ഉടനെ കണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. അങ്കിൾ, മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, ജീവിതമാവുമ്പോൾ ചില ഇഷ്ടങ്ങളൊക്കെ നമുക്കുണ്ടായി എന്നും
അത് നേടിയെടുക്കണമെന്നൊക്കെയുള്ള വാശിയും ഉണ്ടാവും. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും പിന്നെയും അതോർത്തും അതിൻ്റെ ബാക്കിയായി ജീവിക്കുന്നതൊക്കെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. നമുക്ക് നമ്മളോട് തന്നെ വാശിയും ദേഷ്യവും ഒക്കെ തോന്നി തുടങ്ങിയാൽ പിന്നെ ജീവിതം അർത്ഥശൂന്യമായി പോവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി അങ്കിൾ. ആരോടുമുള്ള ദേഷ്യത്തിലോ വാശിയിലോ അല്ല ഞാൻ. മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് തൽക്കാലം ഞാൻ ആലോചിക്കുന്നില്ല. അത് അങ്കിള് പറഞ്ഞ ആ ഒരു കാരണം കൊണ്ടല്ല. നീയും സ്നേഹയൊക്കെ ഒരേ പ്രായമല്ലേ? അവളുടെ വിവാഹം ഉറപ്പിച്ചത് മുതൽ ഞാനിത് ആലോചിക്കുന്നതാ. നിങ്ങളെ വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. വിവാഹപ്രായമായിട്ടും നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഇവിടെ ആരും എടുക്കുന്നില്ല എന്ന് നിനക്കോ അവന്തിയേക്കോ തോന്നരുത് എന്ന് കരുതിയാ ചോദിച്ചത്. അങ്ങനൊരു തോന്നലില്ല അങ്കിൾ. ഞാൻ എന്നെ തന്നെ ഒന്ന് പാകപ്പെടുത്തി എടുത്തിട്ട് അങ്കിളിനോട് പറയാം. ഇനിയും എനിക്ക് അബദ്ധങ്ങളൊന്നും പറ്റരുതല്ലോ. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഞാൻ പറയാം, പക്ഷെ അച്ഛൻ പറ്റില്ല എന്ന് പറയരുത്. നീ ആദ്യം കാര്യം പറയേ. എനിക്ക് ധനുഷിനെ ഒന്ന് കാണണം. ജയിലിൽ പോയി ധനുഷിനെ കണ്ട് എല്ലാത്തിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം. എന്ത് സത്യാവസ്ഥ? നീയും ഞാനും അറിഞ്ഞതിൽ കൂടുതൽ അവനിൽ നിന്ന് എന്താണ് നിനക്കറിയേണ്ടത്? ഞാനും അച്ഛനും അറിഞ്ഞത് അർച്ചനേട്ടത്തി പറഞ്ഞിട്ടല്ലേ? അല്ലാതെ നമുക്കൊന്നും അറിയില്ലല്ലോ. ഏട്ടത്തി പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവസാന വാക്കിൽ കുറ്റവാളി എന്ന് പറയാൻ അർച്ചനേട്ടത്തി അല്ലല്ലോ കോടതി. സ്നേഹേ, നീ എന്ത് ഭ്രാന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞാൻ പറയുന്നത് എന്താണെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. അർച്ചനേട്ടത്തി പറയുന്നതിന് നീ കൈയടിച്ചാ മതി. അതിന് സ്നേഹേ നീ പ്രതീക്ഷിക്കണ്ട. ഒരു മണ്ടിയെ പോലെ നിന്നു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. സ്നേഹേ, നീ എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നേ? ബഹളം വെക്കുന്നതല്ല, എന്റെ ഒരു കാര്യം ഇവിടെ ആരും സമ്മതിക്കുന്നില്ല. നിന്റെ എന്ത് കാര്യം? അവൾക്കിപ്പോ ജയിലിൽ പോയി ധനുഷിനെ കാണണോന്ന് അവൻ പറയുന്നത് കേൾക്കണം പോലും. എന്താ ചേച്ചി സമ്മതിക്കോ അതിന്? എനിക്കതിന് എല്ലാവരുടെയും അനുവാദം എന്തിനാന്നാ മനസ്സിലാവാത്തെ. ഞാൻ അവിടെ വരെ ഒന്ന് പോകും, ധനുഷിനെ കാണും, സംസാരിക്കും, തിരിച്ചു വരും. അവൻ എന്നോട് പറയാനുള്ളതൊക്കെ എനിക്ക് കേൾക്കണം. എന്നിട്ടേ ഞാൻ തിരിച്ചു വരൂ. മോളെ, നീ പറയുന്ന ആവശ്യ ന്യായമാണ്. അർച്ചന പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നിനക്കൂടി ബോധ്യമാവണമെന്ന് നീ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആര് പറഞ്ഞു തെറ്റൊന്നുമില്ലെന്ന്? ഏട്ടത്തെ ഇവളുടെ സൈഡിൽ ചേർന്ന് സംസാരിക്കണ്ട. അവനോടുള്ള ബന്ധം തുടങ്ങിയപ്പോ മുതൽ ഞാൻ അതിൽ നിന്ന് വിലക്കിയതാ. അന്ന് നീ കേട്ടില്ല. അതുപോലെ ഇന്നും കേൾക്കാതിരിക്കാനാ ഉദ്ദേശമെങ്കിൽ അന്നത്തെ പോലെ ഞാൻ മിണ്ടാതിരിക്കില്ല. അവൻ തെറ്റുകാരനാണെന്ന് അവൻ പറഞ്ഞാലേ നീ വിശ്വസിക്കോളോ? അങ്ങനെ നീ വാശി പിടിക്കുകയാണെങ്കിലേ ഞങ്ങൾക്കും വാശി കാണിക്കേണ്ടി വരും. അനുസരണക്കേടിലാണെങ്കിൽ പോലും ഒരു വിവാഹത്തിന് തയ്യാറായി അത് മുടങ്ങിയ ഒരു പെണ്ണാ നീ. അതുകൊണ്ട് എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാനും പറഞ്ഞ് മനസ്സിലാക്കിക്കാനും എനിക്ക് നന്നായിട്ടറിയാം. ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും നീ വന്ന നേരത്തെ പറഞ്ഞ ആ പരിഗണന ഞാനങ്ങ് മറക്കും. നിന്റെ മുറിയിൽ തന്നെ നിന്നെ പിടിച്ച് പൂട്ടിയിടേണ്ട അവസ്ഥ നീയായിട്ടുണ്ടാക്കാതിരുന്ന നിനക്കൊള്ളാം. നീ ഈ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ധനുഷ് എന്നയാള് നിന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇല്ല. ഞങ്ങളെപ്പോലെ തന്നെ അവൻ നിനക്കും അന്യനാ.
ഏതോ ഒരു ക്രിമിനൽ. അതിനപ്പുറം വേറെ ഒരു പേരും അവനെ വിളിക്കാനില്ല. അങ്ങനെയുള്ളവനെ നെല്ലിശ്ശേരി സേതുമാധവന്റെ മകളായ നീ പോയി കാണണ്ട. അറുത്തുമുറിച്ച് കളഞ്ഞതിനെ നീ കൂട്ടിയോജിപ്പിക്കാനും ശ്രമിക്കണ്ട. അത് ഞാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് കേറിപ്പോകാത്ത പോകാൻ. മോളെ, തൽക്കാലത്തേക്ക് അച്ഛനും സന്ദീപും ഒക്കെ പറയുന്നത് അനുസരിക്കേ നിവർത്തിയുള്ളൂ. എന്ത് പറയാൻ, നിന്നെ ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരായിപ്പോയി ഈ വീട്ടിലുള്ളവര്. അല്ലെങ്കിൽ തന്നെ നീ ജയിലിൽ ചെന്ന ധനുഷിനെ കാണുന്നതിൽ എന്താ തെറ്റ്? ഇവരൊക്കെ ഇത് ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ധനുഷ് കുറ്റക്കാരനല്ലെന്ന് കോടതി തെളിഞ്ഞാലും അർച്ചന എഴുതുന്ന വിധി പ്രസ്താവനെ ഇവിടെ എല്ലാരും പരിഗണിക്കുന്ന. അത്രയ്ക്ക് എല്ലാരെയും കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അവള്. ഈ വീട്ടില് നമ്മള് രണ്ടുപേരെ ഒഴികെ ബാക്കി എല്ലാവരെയും ഉള്ളം കയ്യിൽ വെച്ചിട്ടാ അവള് കളിക്കുന്നത്. നമ്മളോ നിനക്ക് ധനുഷിനോടുള്ള സ്നേഹം വെച്ചു. അല്ല, എന്താ നീ ഇനി ചെയ്യാൻ പോകുന്നേ? വെറുതെ ഏട്ടത്തിയൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ആര് വിലക്കിയാലും ആര് തടഞ്ഞാലും ഞാൻ ധനുഷിനെ പോയി കാണും. അവന് പറയാനുള്ളതൊക്കെ ഞാൻ കേൾക്കും. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയുകയും ചെയ്യും. ഏട്ടത്തി ഒരു കാര്യം പറഞ്ഞാ മോള് കേൾക്കണം. തൽക്കാലം നീ അവനെ കാണാൻ പോവാതിരിക്കുന്നതാ നല്ലത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് നിന്നെപ്പോലെ തന്നെ എനിക്ക് ഉറപ്പുണ്ട്. അപ്പോ അവനെ കോടതി ജാമ്യത്തിൽ വിടും. അത് കഴിഞ്ഞ എപ്പോ വേണേലും നിനക്ക് അവനെ കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അല്ലെങ്കിലും ഈ ഒരു അവസ്ഥയില് നീ അവനെ കാണാതിരിക്കുന്നതാ മോളെ നല്ലത്. അത് ഇപ്പോഴുള്ള തകർച്ചയുടെ ആഘാതം കൂട്ടേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ വിലയ്ക്ക് വാങ്ങണോ? ഇതെല്ലാം നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുന്നോണ്ടാ. നീ കുറച്ചു ദിവസം കൂടെ ക്ഷമിക്ക. അവനിങ്ങി വരും. അതോടെ എല്ലാം ശരിയാവുകയും ചെയ്യും. നീ വിഷമിക്കണ്ട. ഇതിനു പകരം ഞാൻ വേറെ സംഘടിപ്പിച്ചു തരാം. അത് കഴിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങ്. പിന്നെ ആവശ്യമില്ലാത്ത ആലോചനകളൊന്നും മനസ്സിലേക്ക് വരില്ലല്ലോ. ഓ ഓ ആഹാ, ദേ മോളുടെ അമ്മ ഇരിക്കുന്നു. വാ വാ. ഓ ഓ ഓ ഓ ഓ എന്താണ് അമ്മയോട് പറഞ്ഞേ? നമ്മൾ വല്യച്ഛനോട് ഫോണിൽ സംസാരിച്ച കാര്യം. ഓ ഓ ഓ ഓ ഞാനും മോളും കൂടി സച്ചേട്ടന് വീഡിയോ കോൾ ചെയ്തു. അല്ലേടി മോളെ? ചേച്ചി, ഈ പ്രായത്തില് കുഞ്ഞുങ്ങളെ അങ്ങനെ ഫോണിൽ വിളിച്ച് കാണിച്ചൂടാ. ചേച്ചിക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? നീ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഇപ്പൊ അതൊക്കെ ആരെങ്കിലും നോക്കുവോ?
നിന്റെ അമ്മയുടെ വർത്താനം കേട്ടോ മോളെ? നിന്റെ അമ്മ പഴഞ്ചനായെന്ന് തോന്നുന്നേ. ഞാൻ നിന്റെ അമ്മയുടെ മൂത്തതാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ പഴയ ചിന്താഗതിയുള്ള ആളൊന്നും അല്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നിന്നെ വളർത്തി നിന്റെ അമ്മ വലിയൊരു അന്ധവിശ്വാസിയാക്കുന്ന മട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മോളെ വല്യമ്മ തന്നെ വളർത്തിക്കോളാം. നെല്ലിശ്ശേരിയിലെ രാജകുമാരിയാ, രാജകുമാരി. വല്യമ്മയുടെ പൊന്നും കൂടെ. ചേച്ചി ഇങ്ങനെ ബുദ്ധിമുട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനെന്തായാലും ചുമ്മാ ഇരിക്കല്ലേ. ചേച്ചിക്കാണെങ്കിൽ അടുക്കളയിൽ ജോലിയും ഉണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കാനും ഒരുക്കാനും ഉറക്കാനും ഒക്കെ എനിക്കിപ്പോൾ സമയമുണ്ടല്ലോ. ചേച്ചി ആ സമയം കൊണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്ക്. കുഞ്ഞിനെ ഇങ്ങത്താ. നീ പറയുന്ന പോലെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വീട്ടു ജോലിയും ബാക്കി കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. നീ നല്ലപോലെ വിശ്രമിക്ക. അമ്മ കഴിഞ്ഞാ അടുത്ത സ്ഥാനം എനിക്കാ. ഞാൻ തന്നെ എന്റെ മോളെ വളർത്തിക്കോളാം. നഴ്സ് ആദ്യമായിട്ട് ആരുടെ കയ്യിലാ ഇവളെ തന്നെ? എന്റെ കയ്യിലാ. ആ നിമിഷം മുതൽ ഞാനും മോളും തമ്മില് ഒരാത്മബന്ധം തുടങ്ങി. അതാ ഞാൻ എടുക്കുമ്പോ മോൾക്ക് അറിയാത്ത അല്ലേ മോളെ? നിന്റെ ജോലി മോക്ക് യഥാസമയം പാല് കൊടുക്കുക എന്നുള്ളത് മാത്രം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. വല്യമ്മയായിട്ടല്ല, അമ്മയായിട്ട് തന്നെ നോക്കിക്കോളാം. നീ മനസ്സിലൊന്ന് ഉറപ്പിച്ചോ, പാലുകൂടി നിർത്തുന്ന അന്നു മുതൽ ആ കുഞ്ഞുറങ്ങാൻ പോകുന്നതേ അർച്ചനയുടെ ഒപ്പമായിരിക്കും. നീ നോക്കിക്കും, വളരുമ്പോ ഇവക്ക് നിന്നേക്കാളും ഇഷ്ടം എന്നോടായിരിക്കും. അത്രയ്ക്കാ ഞാൻ എന്റെ മോളെ സ്നേഹിക്കുന്നത്. ഒല്ലടി മോളെ. വലിയമ്മ അമ്മയായിട്ട് മാറുമ്പോ അമ്മയ്ക്ക് കുഞ്ഞിന്റെ മനസ്സിൽ 2ാം സ്ഥാനമായിരിക്കും. അർച്ചന വളരെ കൂടുതലായിട്ട് കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം അതിന് നിനക്കൊരു പരിധി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്കതിന് പറ്റിയെന്ന് വരില്ല.